ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു വൈദികൻ എന്ന നിലയിൽ കൂടിയാണ് ഇവിടെ നിൽക്കുക. ഈ രണ്ട് ഉത്തരവാദിത്വങ്ങളും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു വലിയ ചുമതലയാണ്. ഒരു വലിയ തിരിച്ചറിവ് എനിക്കുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വലിയ ദാനങ്ങളാണ്. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും നമ്മളെല്ലാം ഏതെങ്കിലും ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ആ ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ആ ദൈവത്തിൻ്റെ ദാനത്തെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഈ സമൂഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ നമ്മളൊക്കെ പങ്കുചേരുക. ഇതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, ഇത് ഒരു കുടുംബത്തിൻ്റെ കണ്ണീരാണ്. ലഹരി എന്ന് പറയുന്നത് ഒരു അമ്മയുടെ ഉറക്കമില്ലാത്ത രാത്രിയാണ്. ലഹരി എന്ന് പറയുന്നത് ഒരച്ഛൻ്റെ തകർന്ന പ്രതീക്ഷയാണ്. ലഹരി എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ വലിയ വെല്ലുവിളിയാണ്. ഇന്ന് ഞാൻ പഠിപ്പിച്ചു വിട്ടതോ അല്ലെങ്കിൽ എൻ്റെ ചുറ്റും കാണുന്ന അനേക യുവാക്കളെ കാണുമ്പോൾ അല്ലെങ്കിൽ യുവസമൂഹങ്ങളെ കാണുമ്പോൾ എനിക്കൊരുപാട് പ്രതീക്ഷയുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ചില യുവജീവിതങ്ങളൊക്കെ ലഹരിയുടെ ചതിക്കുഴിയിൽ പെട്ടിട്ട് നശിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് വേദനയുമുണ്ട്. ഒരുപക്ഷെ പഠനത്തിൽ മികവ് തെളിയിക്കേണ്ട ഈ പ്രായത്തിൽ നമ്മുടെ കൂട്ടുകാരിൽ പലരും ലഹരി വിമുക്ത കേന്ദ്രങ്ങളിലാണ്, ചിലരൊക്കെ ആശുപത്രി കിടക്കുകളിലാണ്. ജീവിതം ആഘോഷിക്കേണ്ട ഈ സമയത്ത് നമ്മുടെ സഹോദരങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. ഇതാണ് നമ്മെ ചിന്തിപ്പിക്കേണ്ടതായ യാഥാർത്ഥ്യം. ജിടെക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. 24 രാജ്യങ്ങൾ, 800 സെൻറ്റേഴ്സ്, 35 ലക്ഷം പൂർവ്വ വിദ്യാർത്ഥികൾ, 1.5 ലക്ഷം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സ്ഥാപനം. ജിടെക്കിൽ വരുന്ന ഓരോ വിദ്യാർത്ഥിയോടും നമ്മൾ പറയുന്നത് വിദ്യാഭ്യാസം നേടാൻ മാത്രമല്ല, ജീവിതത്തെ വിജയിപ്പിക്കാനാണ്. ഒരു നല്ല പ്രൊഫഷണലാകുന്നതിന് മുമ്പ് ഒരു നല്ല മനുഷ്യനാവണം. അതുകൊണ്ടാണ് പഠനത്തോടൊപ്പം വ്യക്തിത്വ വികസനത്തിന്, സാമൂഹിക ബോധത്തിന്, നന്മയുടെ മൂല്യങ്ങൾക്കൊക്കെ നമ്മൾ ഒരുപാട് വില കൽപ്പിക്കുക. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു പ്രസ്ഥാനം ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കാളിയാവുകയാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് ജിടെക് ലഹരിക്കെതിരെയുള്ള കേരളം മുഴുവൻ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. നവംബർ മാസം 1-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് ഫെബ്രുവരി മാസം 10-ാം തീയതി കോഴിക്കോട് അവസാനിപ്പിച്ച ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടമുണ്ടായിരുന്നു, ഒരു ലഹരി വിരുദ്ധ സന്ദേശ റാലി. ഇന്ന് ജനം ടിവിയോടൊപ്പം കേരളം മുഴുവനും ഈ ഒരു സന്ദേശം പകർത്താനായിട്ട് ഞങ്ങളും പങ്കുചേരുകയാണ്. ഇതിൽ പങ്കാളികളാകാൻ കഴിഞ്ഞത് വലിയ അഭിമാനമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട ബിനു സാർ ഓർമ്മപ്പെടുത്തി, ലഹരി ഒരു സുഹൃത്തിനെ പോലെയാണ് വരിക. ഒരു തവണ നമ്മളോട് ചോദിക്കും ഒന്ന് ആസ്വദിക്കൂ എന്ന്. ആ സമയത്ത് നമ്മൾ കൊടുക്കുന്നൊരു മറുപടി യെസ് ഓർ നോ. നമ്മുടെ മറുപടിയാണ് നമ്മുടെ ജീവിതത്തെ തിരുത്തുകാലി മാറ്റിമറിക്കുക. നമ്മുടെ മറുപടി എപ്പോഴും ഇല്ല, നോ എന്നായിരിക്കണം. അതുകൊണ്ടാണ് സേ നോ ടു ഡ്രഗ്സ് എന്ന ആപ്തവാക്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ദൈവം നൽകിയ ഒരുപാട് നല്ല കഴിവുകളുണ്ട്. ആ കഴിവുകളെ വളർത്താൻ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് പങ്കുചേരാം. ശരിക്കും ഈ ഒരു ക്യാമ്പയിൻ മാതാപിതാക്കളെ ചേർത്ത് നടത്തേണ്ടതായിരുന്നു. കാരണം ഇന്ന് മാതാപിതാക്കൾ കുട്ടികൾക്ക് ആവശ്യത്തിന് പണം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആവശ്യമായ പണം തരുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി ഞാൻ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന് മാതാപിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട സമയമാണ്. നിങ്ങളെ കേൾക്കാൻ, നിങ്ങളെ അറിയാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ, നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു നല്ല വ്യക്തിത്വമാകാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സാധിച്ചാൽ ലഹരിക്കെതിരെ നടത്തുന്ന ഈ പോരാട്ടം ഏറ്റവും വലിയ വിജയമായിട്ട് മാറും. അതുകൊണ്ട് വിധി എഴുതുന്നതിന് മുമ്പ് മാതാപിതാക്കളോട് എനിക്കൊരു അഭ്യർത്ഥന, കുട്ടികളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളെ കേൾക്കാൻ നിങ്ങളുടെ അപ്പനും അമ്മയും തയ്യാറായാൽ ഒരു കുഞ്ഞും ലഹരിയുടെ പിന്നാലെ പോവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ട അധ്യാപകരോട് എനിക്കൊരു വാക്കുണ്ട്. അധ്യാപകന് മാത്രമേ ഒരു കുട്ടിയുടെ ജീവിതത്തിൻ്റെ ദിശ മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ.
ഒരു നല്ല അധ്യാപകൻ ജീവിതമാണ് നമ്മുടെയൊക്കെ റോൾ മോഡൽ. ഇവിടെ ഇരുന്നപ്പോൾ ഏറ്റവും ബഹുമാന്യനായ മുനിസിപ്പൽ ചെയർമാൻ, അദ്ദേഹം എൻ്റെ അധ്യാപകനാണ്. എന്നെ +2 ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഞാൻ മുനിസിപ്പൽ ചെയർപേഴ്സണാണ്. ഇവിടെ ഇരിക്കുമ്പോൾ ജിജി സാറിനെ ഓർക്കുമ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മകൻ ഈ സ്കൂളിൽ +2 പഠിച്ചിറങ്ങിയതാണ്. +2 IT. എൻ്റെ മകൻ ഈ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഒരധ്യാപകനാണ് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ റോൾ മോഡൽ. അതുകൊണ്ട് വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് നൽകുന്ന പ്രോത്സാഹനം, നിങ്ങൾ നൽകുന്ന കരുതൽ, അത് അനേകം കുട്ടികളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്, തെറ്റായ ബോധ്യങ്ങളിൽ നിന്ന് അവരെ പിന്തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കണം. നിങ്ങളുടെ അധ്യാപകർ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. നിങ്ങളുടെ എന്ത് സങ്കടം അവരോട് പറയാം. ഞാൻ കുറേ വർഷങ്ങളായിട്ട് അധ്യാപന ജീവിതത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളുടെ സങ്കടം കേൾക്കാനും അവർക്ക് ജീവിതത്തിൽ നല്ല ദിശാബോധം നൽകാനും നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഓരോ അധ്യാപകനും അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അത് തീർച്ചയായും നിങ്ങളുടെ അധ്യാപകരോട് തുറന്നു പറയാം. അവർ തീർച്ചയായും നല്ലൊരു മാർഗദർശിയാണ്, നല്ലൊരു റോൾ മോഡലാണ് നിങ്ങളുടെ ജീവിതത്തിൽ. നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഒരു സംവിധാനത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല. ഇപ്പോൾ ഗവൺമെൻറ് തൂഫാൻ, ഇത് നാർക്കോട്ടിക് ഹണ്ട് വലിയൊരു പ്രോജക്റ്റാണ്. പക്ഷേ ഗവൺമെൻറ്റിനെ കൊണ്ട് മാത്രം സാധിക്കില്ല, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് മാത്രം സാധിക്കില്ല. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. അതുകൊണ്ട് നമ്മൾ ആ ഉത്തരവാദിത്വം കൃത്യതയോടെ ഏറ്റെടുക്കുന്നുവെങ്കിൽ, അത് ഓരോ വിദ്യാലയവും, ഓരോ മാധ്യമവും, ഓരോ ആരാധനാലയവും ഈ ഒരു ഉത്തരവാദിത്വം ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ഒരു വലിയ വിപത്തിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ജനം TV പോലെയുള്ള മാധ്യമങ്ങൾ സമൂഹ നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന ഈ ബോധവൽക്കരണ പരിപാടി ഏറ്റവും അഭിനന്ദനാർഹമാണ്. ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിലും ഏറ്റവും വലിയ സേവനമാണ് ഒരു സമൂഹത്തെ നേരായ ദിശയിലേക്ക് നയിക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജനം TV ചെയ്യുന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകൾക്കും, എല്ലാ സംരംഭങ്ങൾക്കും, ഇത് സഹകരിച്ച എല്ലാ സ്ഥാപനങ്ങൾക്കും, ഈ സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കാൻ കടന്നു വന്നിരിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ജിടെക്കിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ ആശംസകളും നന്ദിയും അറിയിക്കുകയാണ്. ലഹരിയല്ല നമ്മുടെ തിരഞ്ഞെടുപ്പ്, അറിവും മൂല്യങ്ങളും സ്വപ്നങ്ങളുമാണ് നമ്മുടെ തിരഞ്ഞെടുപ്പെന്ന ആപ്തവാക്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഒരിക്കൽ കൂടി നമുക്ക് പറയാം, സേ നോ ടു ഡ്രഗ്സ്. ദൈവം അനുഗ്രഹിക്കട്ടെ.